നടിയെ ആക്രമിച്ച കേസിൽ മൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്ന് ആരോപണമുന്നയിലായ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് സിം കാർഡും ഫോണും ആവശ്യപ്പെട്ട സമയത്ത് തന്നെ പോലീസിന് കൈമാറിയിരുന്നു. ശ്രീലക്ഷ്മിക്ക് കേസുമായി ബന്ധമില്ലെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അന്വേഷണ സംഘം ഒഴിവാക്കിയത്. സംഭവ ദിവസം ഒരു നല്ല കാര്യത്തിന് പോകുന്നുവെന്ന് സുനി പറഞ്ഞതിന്റെ ആകാംക്ഷയിലാണ് ശ്രീലക്ഷ്മി സുനിയെ വിളിച്ചതെന്നും ഭർത്താവിന്റെ പ്രതികരണം. പണ്ട് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ പരിചയമൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടായിരുന്നു. അന്ന് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പുള്ളിക്കാരി ക്യൂരിയോസിറ്റിയുടെ പുറത്ത് 2-3 പ്രാവശ്യം വിളിച്ചു. അങ്ങനെയൊക്കെ ആയതാണ്. നമ്മൾ ഇതിനകത്ത് റോളൊന്നും ഇല്ലയെന്ന് അവർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളെ പിന്നെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തത്. എന്നിട്ടും നമ്മൾ 2-3 പ്രാവശ്യം വീണ്ടും ഓരോ കാര്യങ്ങൾക്കൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമൊക്കെ നമ്മൾ സഹകരിച്ചിട്ടുമുണ്ട്. ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ നമുക്കറിയാവുന്ന വിവരങ്ങളും ഫോണും അതിൻ്റെ സിം കാർഡ് ഉൾപ്പെടെ ആദ്യമേ തന്നെ നമ്മൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സഹിൻ ആന്റണിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, എന്തായാലും ശ്രീലക്ഷ്മിയുടെ ഇക്കാര്യത്തിൽ മൊഴിയെടുത്തില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ശ്രീലക്ഷ്മിയുടെ കാര്യം എവിടെയും പറഞ്ഞില്ല എന്നതടക്കമുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. അവിടെയാണ് ഇപ്പോൾ വീണ്ടും അതിലൊരു വിശദീകരണവുമായി ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഈ ഒരു സമയത്ത് എത്തുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീലക്ഷ്മിയുടെ മൊഴി എടുത്തില്ല എന്നുള്ള നിലയിൽ വാർത്തകളും ഒപ്പം തന്നെ മറ്റ് വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അയാൾ പറയുന്നത് ശ്രീലക്ഷ്മിക്കും തന്നോടും പൾസർ സുനിക്ക് അടുപ്പം ഉണ്ടായിരുന്നു, ഒരു സുഹൃത്തായിരുന്നു എന്നുള്ളതാണ്. പൾസർ സുനി ബസ്സിൽ ജോലിയെടുത്ത സമയത്തുള്ള പരിചയമാണ്, അതൊരു സൗഹൃദമായിരുന്നു. അന്നേ ദിവസം പൾസർ സുനി ആലുവയിൽ ചില വിശിഷ്ടമായ കാര്യങ്ങൾക്കായി പോകുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു തങ്ങളെ ശ്രീലക്ഷ്മിയോട് പറഞ്ഞിരുന്നത്. ഒരു സന്തോഷകരമായ കാര്യമാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അത് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ആകാംക്ഷയിലാണ് ശ്രീലക്ഷ്മി 3 തവണ വിളിച്ചതെന്നും അവർ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീലക്ഷ്മിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ടെന്നാണ് ഭർത്താവ് വ്യക്തമാകുന്നത്. ശരി.